സ്കൂൾ ബസ്സിൽ ഡ്രൈവർ സീറ്റിന് അടുത്ത സീറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പുവും ഗോപുവും. നനഞ്ഞൊട്ടി ഋതു ബസ്സിൽ കയറി അവരുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ വന്നിരുന്നു. ഹോ, എന്തൊരു മഴ! ബസ്സിന്റെ വൈപ്പർ അനങ്ങുന്നത് നോക്കി അപ്പു ചോദിച്ചു. ഈ വൈപ്പർ ഇത് നീങ്ങുന്നത് ഏത് മോഷനിലാണ്? സ്ട്രെയിറ്റ് ലൈനുമല്ല, സർക്കുലറുമല്ല. മോഷൻ ഏതായാലും ഇറ്റ് ഇസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഇറ്റ്സ് ലൈഫ് ചോയ്സസ്. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കൺഫ്യൂസ്ഡ് ആയി ഓടുന്നത് കണ്ടില്ലേ? ഗോപു തമാശയായി പറഞ്ഞു. ഹിഹി. വൈപ്പർ ടിപ്പിന്റെ ഈ കൺഫ്യൂസ്ഡ് മോഷനാണ് ഓസിലേറ്ററി മോഷൻ. ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓ, എന്നാൽ ഞാനും ഓസിലേറ്ററി മോഷനിലാണെന്നാ തോന്നുന്നത്. ഐ എം സോ കൺഫ്യൂസ്ഡ്. സ്കൂളിൽ പോകണോ അതോ വീട്ടിലിരിക്കണോ എന്നോർത്ത്. ഈ മോഷൻ ഇങ്ങനെ നെവർ എൻഡിങ് ആണോ? അപ്പു ചോദിച്ചു. ഇതൊരു കണ്ടിന്യൂസ് മോഷൻ ആണ്. ബട്ട് ഇതിന്റെ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും പോലെയാണ്. റെഫറൻസ് പൊസിഷൻ ഓയിൽ തുടങ്ങി ലെഫ്റ്റ് എക്സ്ട്രീം എയിൽ പോയി പിന്നെ ഡയറക്ഷൻ തിരിച്ച് റെഫറൻസ് പോയിന്റ് ഓയിൽ തിരിച്ചെത്തിയാൽ ഒരു ഹാഫ് ഓസിലേഷൻ കഴിഞ്ഞു. സെയിം പ്രോസസ് റൈറ്റ് എക്സ്ട്രീം ബിയിൽ പോയി തിരിച്ച് റെഫറൻസ് ഓയിൽ തിരിച്ചെത്തിയാൽ അടുത്ത ഹാഫ് ഓസിലേഷനും കഴിഞ്ഞു. ഒമ്പടാ, ഇവ ഫുൾ ടൂറിലാണല്ലോ. കൊച്ചു കള്ളൻ. ഈ ടൂർ അടിച്ചു വരാൻ ഒത്തിരി ടൈം എടുക്കില്ലേ? അതെ അതെ, ഈ ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ചു വരാൻ എടുക്കുന്ന സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. കുപ്പു ഇസ് ഹാൻസം. പീരീഡ് ആ പീരീഡ് ആണോ? ഓ അല്ല, ഇത് ടൈം പീരീഡ് ഫോർ വൺ ഓസിലേഷൻ. ആൽഫബറ്റ് ടി വെച്ച് ഡിനോട്ട് ചെയ്യും. ആസ് വി ഓൾ നോ, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. പിന്നെ ഈ വൈപ്പർ ടിപ്പ് ബോയ് സഞ്ചരിച്ച മാക്സിമം ദൂരം ഫ്രം റെഫറൻസ് പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇതിനെ ആൽഫബറ്റ് എ വെച്ച് ഡിനോട്ട് ചെയ്യാം. റെഫറൻസ് പോയിന്റ് ഓയിലിരുന്ന വൈപ്പർ ടിപ്പ് ബോയ് T1 ടൈം കൊണ്ട് എ ഡിസ്റ്റൻസ് ദൂരം സഞ്ചരിച്ചു. ടൈം T2-ൽ ഇവൻ ബി ഡിസ്റ്റൻസ് സഞ്ചരിച്ച് പോയിന്റ് എയിലെത്തി. പിന്നെ ഡയറക്ഷൻ തിരിച്ച് ഈ വന്ന വഴി മുഴുവൻ സഞ്ചരിച്ച് പോയിന്റ് ഓയിൽ തിരിച്ചെത്തും. ഇത് റിപ്പീറ്റ് ചെയ്യും ടുവാർഡ്സ് റൈറ്റ് പോയിന്റ് ബി. അങ്ങനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കും. ആരാ ഇവനിങ്ങനെ അഴിച്ചുവിട്ടെ? ഇവൻ എത്ര ട്രിപ്പ് എടുക്കും ഒരു ദിവസം? വേണമെങ്കിൽ ഒരു സെക്കൻഡിൽ പറഞ്ഞു തരാം. അതിനവന്റെ ഫ്രീക്വൻസി നോക്കിയാൽ മതി. ഒരു സെക്കൻഡിൽ ഇവൻ എത്ര റൗണ്ട് ട്രിപ്പ് നടത്തി എന്നതിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഇത് ഹെഡ്സ് എന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യുക. ഇതെന്താ അറ്റൻഡൻസ് എടുക്കാണോ? ഒരു ഇയറിൽ എത്ര തവണ ഞാൻ ക്ലാസ്സിൽ വന്നു എന്ന പോലെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫ്രീക്വൻസി കൂടുതലും നിന്റെ കുറവുമാവും. നീ 2 ദിവസം കൂടുമ്പോഴല്ലേ ക്ലാസ്സിൽ വരാറുള്ളൂ. അപ്പോൾ ഈ വൈപ്പർ സ്പീഡ് ഞാൻ കൂട്ടിയാൽ ഇറ്റ് വിൽ മേക്ക് more round trips അല്ലേ? സോ more frequency, right? കറക്റ്റ്. സ്പീഡ് കൂടുമ്പോൾ റൗണ്ട് ട്രിപ്പിന് കുറച്ച് സമയം മതി. അതായത് ചെറിയ ടൈം പീരീഡ്. അപ്പോ ഒരു സെക്കൻഡിൽ മൂപ്പർക്ക് ഇഷ്ടം പോലെ റൗണ്ട് ട്രിപ്പ് എടുക്കാം. ഫ്രീക്വൻസി കൂടും. അതായത് ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. ടൈം പീരീഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അർത്ഥം. അതായത് ഈ വൈപ്പർ ബോയ് ഹാസ് എ schedule, speed and a travel limit as well, right? Bro, even a viper has better life plans than you. Grow up, man. End of the discussion. സൗണ്ട് വേവ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ.